ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയ ബീറ്റ്റൂട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ സോസിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. 6 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക് ഇടുന്നുണ്ട്. കശ്മീരി മുളകാണ് ഞാൻ ഇടുന്നത്. 1/2 കപ്പ് പഞ്ചസാര, മൂന്ന് നുള്ള് ഉപ്പ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 40 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതുപോലെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. കുറച്ചധികം നേരമായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിലാണ് കിട്ടുന്നത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.